ഹായ് ഹലോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. രാവിലെ 7:15 കുർബാന ഉണ്ട്. അപ്പൊ കുർബാനക്കൊക്കെ പോയേച്ചും വരാട്ടാ. പള്ളിയിൽ നിന്ന് കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ മറിച്ച നേരത്തേക്ക് നമ്മൾ സ്റ്റൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. പക്ഷെ നമ്മളുടെ വീട്ടിൽ തേങ്ങയില്ല. ഇനിയിപ്പോൾ കാലത്തെ പോയിക്കൊണ്ട് എവിടെ നിന്നെങ്കിലും തേങ്ങ രണ്ടെണ്ണം ഒപ്പിച്ചിട്ട് വേണം നമ്മൾക്ക് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാനായിട്ട്. ഇറച്ചിയും കാര്യങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അപ്പോഴേക്കും അഞ്ചേട്ടൻ പോയി എവിടെ നിന്നെങ്കിലും രണ്ട് തേങ്ങ സെറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. വെള്ളയപ്പൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ട് അടിച്ച് വെച്ച് 1 മണിക്കൂർ അപ്പോഴേക്കും പിള്ളേരൊക്കെ എണീക്കുമ്പോഴേക്കും കാലത്തെ പരിപാടികളൊക്കെ പാക്കണം. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആവണുള്ളൂ. അപ്പം ഇനിയിപ്പോൾ നമ്മൾക്ക് അടുക്കളയിലോട്ട് കയറാം. ആരും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല ഉറക്കമുണ്ടാ. രാത്രി കരോളിനൊക്കെ പോയിട്ട് 10 പാതിരായപ്പോഴാണ് കിടന്നുറങ്ങണത്. 2 മണി. ഇയാളെ ഉറങ്ങിയത് 4 മണിക്കാണ്. അപ്പൊ എല്ലാവരും നല്ല ഉറക്കമുണ്ടാ. അപ്പൊ രാവിലെ തന്നെ ഞാൻ അഞ്ചേട്ടന് പണി കൊടുത്ത് തേങ്ങ രണ്ടെണ്ണം പൊതിച്ചേരാൻ. ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി കാര്യം പറഞ്ഞപ്പോ എനിക്ക് 2 തേങ്ങ തന്നിട്ട നല്ല അയൽവാസികൾ. അങ്ങനെ 2 തേങ്ങ തന്ന് അഞ്ചേട്ടനെ കൊണ്ട് ഞാനത് പൊതിപ്പിക്കേണ്ട. ഇനി നമുക്ക് കലാപരിപാടികൾ ആരംഭിക്കണം. വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മ പെരുന്നാളിനെ എല്ലാവരെയൊക്കെ വിളിച്ച് നല്ല ഗ്രാൻഡായിട്ട് ഫുഡൊക്കെ കൊടുത്താരണം എനിക്ക് വയ്യാണ്ടായി പോയിട്ടാ. ഞാൻ കിടപ്പായി പോയി. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി കഷ്ടപ്പെട്ട് അധികം പണിയൊന്നും എടുക്കണ്ട, ഒരു സ്റ്റൂ ഉണ്ടാക്കി പിള്ളേർക്ക് ഇത്തിരി ബിരിയാണിയും ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതാരണം ഞാൻ വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കണില്ല. കാലത്ത് ഇത്തിരി സ്റ്റൂ ഉണ്ടാക്കണം. അതിന് അമ്മച്ചി ഇറച്ചി വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി വേവിച്ച് കുക്കറിലിട്ട് തേങ്ങാപ്പാലൊക്കെ അമ്മച്ചി അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ. അപ്പം നമുക്ക് വലിയ റിസ്ക് ഉള്ള പണിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കിടപ്പുണ്ടഞ്ഞപ്പോൾ അമ്മച്ചിക്കും വിഷമമായി. അപ്പോൾ പറഞ്ഞ് വലിയ പണിയെടുക്കാൻ നിൽക്കണ്ട, ഒന്നും ചെയ്യണ്ട, പാടില്ലാണ്ടാവുമെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് സ്റ്റൂ മാത്രം ഉണ്ടാക്കിയേട്ടാ. പിന്നെ ഒരാഗ്രഹമുണ്ട് അപ്പം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഞാൻ അപ്പവും ഉണ്ടാക്കണമെന്നുള്ളൊരു ഇതിലാണ് നിൽക്കണത്. അതൊക്കെ ഇനിയിപ്പോൾ 1 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ട് വേണം. പള്ളിയിൽ പോണേന് മുന്നേ ചെയ്ത് വെച്ചിട്ട് പോണോന്നൊക്കെയാണ് ഞാൻ ഓർത്ത് വെച്ചത്. പക്ഷെ നമ്മൾ തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ. തേങ്ങ എടുക്കാൻ ചെന്നപ്പോഴാണ് തേങ്ങയില്ലാന്നുള്ള ആ സത്യം ഞാൻ മനസ്സിലാക്കണത്. പിന്നെ ആ നേരത്തെ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാലും അവരൊക്കെ പള്ളിയിൽ പോയേക്കായിരിക്കും. രാവിലെ തന്നെ ചെന്നിട്ട് അവിടെ ചെന്ന് ചോദിക്കണ്ടല്ലാന്ന് ഓർത്ത് നമ്മ തേങ്ങ അവിടെ നിന്ന് പോയി എടുക്കാനും പറ്റിയില്ല. നേരെ അപ്പൊ പള്ളിയിൽ രാവിലെ തന്നെ പോയ കാരണം നമുക്ക് ഒന്നും ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ 1 മണിക്കൂർ പോകാനൊക്കെ വെച്ചിട്ട് വേണം വെള്ളയപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ പ്രാവശ്യം എല്ലാം ഡിലേ ആയിട്ടാ. ഇന്നലെ നല്ല ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, നല്ല ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. സ്റ്റൂവിനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാൻ അറിയാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ സ്റ്റൂ. പക്ഷെ നമ്മൾ ഈ തൃശ്ശൂർ ഭാഗത്ത് ഒട്ടുമിക്ക പേര് എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, സ്റ്റൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഏരിയയിലുള്ളവർക്കൊക്കെ ഭയങ്കര എന്തോ സംഭവം പോലെ ഉണ്ടാ. എന്നോട് പറയുമ്പോൾ ഷോ ഭയങ്കര പാടല്ലേ, കഷ്ടപ്പാട് പിടിച്ച് എന്തോ ചെയ്യണ പോലെ ഉണ്ട് സ്റ്റൂവിനെ കുറിച്ച് എന്നോട് സംസാരിച്ചവരൊക്കെ ഉണ്ട് ഞാൻ പറയണത്, എല്ലാവരും അല്ല. തൃശ്ശൂരിലുള്ള കുറെ പേരൊക്കെ എന്നോട് പറയാറുണ്ട് സ്റ്റൂ തരണോന്നാണ് മിക്കവരും പറയാറുള്ളത്. വീട്ടിൽ വന്ന സ്റ്റൂ തരുമോന്ന് ചോദിക്കും. എന്താ വെച്ചാൽ ഭയങ്കര റയറായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് സ്റ്റൂ എന്നാണ് എല്ലാവരുടെയൊക്കെ വിചാരം. പക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സ്റ്റൂ. അങ്ങനെ സ്റ്റൂവിന് ഇനിയിപ്പോൾ ചെയ്യാനുള്ള കറിച്ചട്ടി അന്വേഷിച്ചെടുക്കണുണ്ട് ഈ കാണുന്നത് ഞാൻ. അപ്പൊ അടപ്പൊക്കെ കത്തിച്ച് നമ്മൾ സവാളയും പച്ചമുളക് വെളുത്തുള്ളി ഉള്ളിയില്ല വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റുന്നതിന് മുന്നേ തന്നെ പൊട്ടിക്കാത്ത മസാല ഒക്കെ ഇടണം കേട്ടോ. പട്ടയും ഗ്രാമ്പും ഏലക്കായ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് ഈ സവാളയൊക്കെ ഇട്ടിട്ട് ഒന്ന് വരുമ്പോഴേക്കും നമ്മൾക്കൊരു ഗരം മസാല പൊടിയും ഇട്ടിട്ട് നമ്മുടെ വെന്തിരിക്കുന്ന ബീഫും വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് തേങ്ങാപ്പാൽ, നല്ല കുറുകലുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ റെഡിയാണ്. കാലത്ത് എണീറ്റ് അമ്മിച്ച് എനിക്ക് തേങ്ങയൊക്കെ ചെരണ്ടി തന്നിട്ടാ. അപ്പൊ ചേട്ടൻ പോയി ക്യാമറ ഓടിച്ചു കഴിഞ്ഞപ്പോ എന്തിനാണ് എന്നെ ഇങ്ങനെ കാണിക്കണത് എന്ന് പറഞ്ഞോണ്ട് ചോദിക്കേണ്ട. അമ്മച്ചിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കാണിക്കാത്തതായിട്ട് നിങ്ങളുടെ മുമ്പില്. നമ്മുടെ സവാളയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ കുറച്ച് ഗരം മസാല പൊടി അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾക്ക് വെന്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൂവിന്റെ പണിയൊക്കെ ഏകദേശം കഴിയും. പിള്ളേരൊക്കെ അപ്പൊ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നോളട്ടാ. ഇനിയിപ്പോ അവരൊക്കെ വന്ന് അവരെയൊക്കെ ഒന്ന് സെറ്റാക്കി
റെഡിയാക്കിയിട്ട് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്നൊക്കെയാണ് എൻ്റെ ആലോചന. പക്ഷെ ഒന്നും നടക്കാറില്ല. എല്ലാ കൊല്ലവും എല്ലാവരും തോന്നിയ നേരത്തൊക്കെ ഇരുന്ന് കഴിക്കും. ഈ ഒരു ദിവസമെങ്കിലും ഒന്ന് വട്ടം വളഞ്ഞ് എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചാണ് നേരത്തെ വിളിച്ചാൽ ഞാൻ നേരത്തെ വരികയുമില്ല. ചിലപ്പോൾ അമ്മച്ചിക്ക് വിശന്ന് അമ്മച്ചി നേരത്തെ എടുത്ത് കഴിക്കും. ഈ പ്രാവശ്യം എല്ലാവരോടും ഒരുമിച്ചിരിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാട്ടെ ഇനിയിപ്പോൾ ഒരുമിച്ചിരിക്കില്ലേ എന്നുള്ളത്. നമ്മുടെ എല്ലാ പണികളും ഇതേ കഴിഞ്ഞിട്ടാ അതേക്കെ ഉണ്ടാവും. ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുകൊണ്ട് വേഗം വെന്ത് ഇറച്ചിയും വേവിച്ചത് അതും കൂടി ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂവിൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ്, സെറ്റ്. ഇനിയിപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനിയിപ്പം നമുക്ക് പാലപ്പത്തിനുള്ള പരിപാടി ചെയ്യണം. പാലപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് ഇനിയിപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ട് വേണം നമുക്ക് ചൂടാൻ പറ്റുള്ളൂ. ഇത്തിരി ലേറ്റായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ലേറ്റാൽ വന്നാലും സ്റ്റൈലായി വരുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ പാലപ്പം എന്തായാലും സ്റ്റൈലാവായിരിക്കും. നമുക്ക് നോക്കാം. രാവിലെ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും, ഞാൻ വാങ്ങിച്ചാണെന്നാണ് ഷോർട്സിലൂടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഷോർട്സിലൂടെ പറഞ്ഞത് ഈ പൊൻകതിറിന്റെ പൊടി ഞാൻ വാങ്ങിച്ചതാണെന്നാണ്. പക്ഷെ വാങ്ങിച്ചതല്ല കേട്ടോ. നമുക്ക് 132 എല്ലാ കൊല്ലം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കും കേട്ടോ. അപ്പൊ നമ്മൾക്ക് കിട്ടിയേക്കണതാണ് ഈ പ്രാവശ്യം പൊൻകതിറിന്റെ കുറെ പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊൻകതിറിന്റെ പുട്ടുപൊടി, അപ്പപ്പൊടി, ഇഡ്ഡലിപ്പൊടി, അങ്ങനെ അങ്ങനെ കുറെ പൊടികള്. പിന്നെ ഉപ്പുമാവിന്റെ റോസ്റ്റ് ചെയ്തത്, അങ്ങനെ കുറെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പാക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ പാലപ്പം ഉണ്ടാക്കാൻ പോണത്. ഒരാൾ എന്നോട് നേരിട്ട് ചോദിച്ചായിരുന്നു ഷോർട്സിൽ, എടി അത് 132 കിട്ടിയ പൊടിയല്ലേടി, പിന്നെ നീ എന്തിനാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞത്. അത് പെട്ടെന്ന് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. അങ്ങനെ ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മളൊരു ഇതിന് കുറച്ച് പൊടി അങ്ങോട്ട് എടുത്ത് ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയതും 2-3 സ്പൂൺ പഞ്ചസാര, ഒരു ഇത്തിരി ഉപ്പ്, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. 1 മണിക്കൂർ എടുത്ത് വെക്കുക. ഇതുവരെ ഞാൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി അങ്ങോട്ട് പിള്ളേര് ചെയ്തോളും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചൂടുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ചുറ്റിക്കണ ഇപ്പൊ ഇത് സംഭവം ചെയ്യണ തന്നെ ഓടിയെത്തോട്ടാ. ഇളയാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചൂടാനൊക്കെ. ഇങ്ങനെ അങ്ങോട്ട് ബാറ്ററാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇളയാള് ഇത് എത്തിക്കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേച്ച് വേഗം ഓടി വന്നിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കോളാട്ടാ പറഞ്ഞിട്ട് നമ്മളിതങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇതിനൊക്കെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നമ്മള് അപ്പൊക്കെ ചുട്ട് സ്റ്റൂ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പോയണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മച്ചിക്ക് വിശന്ന് കഴിയുമ്പോ അമ്മച്ചിയുടെ പാട് നോക്കി ഫുഡ് എടുത്ത് കഴിച്ച്. ഒരാളെ വിളിച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. മറ്റാള് ഇതേ അപ്പുറത്തിരിപ്പുണ്ട്, വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ല. ഡ്രസ്സില്ലാണ്ട് വന്നിരിക്കണം. അപ്പൊ എന്റെ വീഡിയോ വേണമെങ്കിൽ മ്യൂട്ടായി പോകും, അതുകൊണ്ട് ഞാൻ കാണിക്കണില്ല. ഇപ്പുറത്ത് അനുചേട്ടൻ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ചാവടി ഞാൻ ഇങ്ങനെ ഒന്നല്ല കേട്ടോ പ്രതീക്ഷിച്ചത്. ഓരോ സ്റ്റൂ ആണ് ഉണ്ടാക്കിയേക്കണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രാൻഡായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വൈനൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ, വൈനൊക്കെ എടുത്ത് കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് സെറ്റ് ചെയ്ത് കഴിക്കാന്ന് ഓർത്തിട്ട് ഇതേ കാണും ഇവിടെ ചന്തമേളം പോലെ എല്ലാരും കഴിച്ച് എല്ലാവരും 4 ഒഴിക്ക് പോയിട്ടോ. ഇവന്മാർക്ക് കുഴിമന്തി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇഷ്ടമുണ്ടാ. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വന്നും പോയി ഇങ്ങനെ കഴിച്ചോളും. നേരെ മറിച്ച് നമ്മൾ താറാവും കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്നും തൊട്ടുപോലും നോക്കൂല. അപ്പൊ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് ആലോചിച്ചു. അതാവുമ്പോ ബാക്കി വന്നു കഴിഞ്ഞാലും സ്കൂൾ വിട്ട് കാരണം ഇരുന്ന് കഴിച്ചോളും. അപ്പൊ ഞാൻ നമ്മളൊരു ചിക്കൻ വാങ്ങിച്ചിട്ട് ഇത്തിരി ബിരിയാണി അരിയും വാങ്ങിച്ചതെന്ന് അവർക്കൊരു ഇത്തിരി ബിരിയാണി ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞ കാരണം അത് അങ്ങനെ തീരുമാനിച്ചിട്ട് ഞാൻ കുഴിമന്തി ഉണ്ടാക്കാൻ നിൽക്കണേട്ടാ. ഇതെന്റെ രീതിയിലുള്ള കുഴിമന്തിയാണ് കേട്ടോ. ഒരു 1/2 മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും. പട്ടപടിയെന്നും പറഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചോപ്പ് ചെയ്തിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നമ്മളൊരു 2 വിസിൽ കേൾപ്പിച്ച്, ചിക്കൻ നല്ല മുരുട്ട് പിടിച്ച് ചിക്കനൊക്കെ ആണെങ്കിൽ 3 വിസിലൊക്കെ വേണ്ടി വരും. ഇതൊരു ഇളം ചിക്കനാണ്, ഇളം ചിക്കൻ വാങ്ങിക്കാനാണ് ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പൊ ഇറച്ചി. എന്നിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുത്തിട്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. കുക്കർ അവിടെ നിന്ന് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് അരിയുടെ കാര്യങ്ങൾ നോക്കാം. ഈ ഒരു പാത്രം അരി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ തന്നെ 2 പാത്രം വെള്ളം എടുക്കണം കേട്ടോ. അതാണ് അതിന്റെ കറക്റ്റ് പാകം. അപ്പൊ ഈ ഒരു പാത്രം അരിയാണ്ട് ഞാൻ എടുക്കണേ. ഞാനപ്പോ ആലോചിച്ചതാണ് അങ്ങനെ തന്നെ അല്ലേന്ന്. അങ്ങനെ 2 പാത്രം വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മൾക്ക് ഒരു പാത്രം സ്റ്റോക്ക് എന്തോരുണ്ടെന്നോ നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു അരിപ്പ പാത്രത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം. ഇനി അരി വേവിക്കാനുള്ള വെള്ളം എടുക്കാം കേട്ടോ. നമുക്ക് ആ സ്റ്റോക്ക് നോക്കിയപ്പോ ഒരു പാത്രം കറക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ സ്റ്റോക്ക്. അപ്പോൾ ഒരു പാത്രം സ്റ്റോക്കും ഒരു പാത്രം ആ പാത്രത്തിൽ തന്നെ വെള്ളവും എടുത്തിട്ട് ഇപ്പുറത്ത് നമുക്ക് ഒന്നും കൂടി വെട്ടി തിളപ്പിക്കണം കേട്ടോ. അപ്പൊ അവിടെ നിന്ന് വെട്ടി തിളക്കുമ്പോഴേക്കും നമുക്ക് അരിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം.
അപ്പൊ ഉരുളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് നെയ്യും ഇത്തിരി ഡാൽഡയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നമ്മുടെ പൊടിക്കാത്ത മസാലകളൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് സവാളയൊക്കെ ഇട്ട് ഇതിനകത്ത് ഞാൻ ഇടണതൊന്നും നോക്കണ്ട കേട്ടോ. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുമ്പോൾ തുമ്പും ഉണ്ടാവൂല വാലും ഉണ്ടാവൂല കേട്ടോ. അതുകൊണ്ടാണ്. സവാളയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് നമ്മളുടെ മാഗി ക്യൂബ് വേറെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ക്യൂബും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി നമ്മുടെ കഴുകി വെച്ചേക്കണ അരിയും കൂടി ഒന്ന് വഴറ്റി നമ്മുടെ തിളച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. എന്നിട്ട് തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തോണ്ടിരുന്നാൽ മതി. കറക്റ്റ് പാകത്തിന് ചോറ് വെന്ത് കിട്ടോട്ടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല്. തീയും കുറച്ചിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് അവിടെ ഇരുന്ന് സെറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മസാലയൊക്കെ പരട്ടിയെടുക്കാട്ടോ. മസാലയിൽ ഇപ്പൊ ഞാൻ ചേർത്തേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിക്കാത്ത മല്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, നമ്മളുടെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ ഇതൊക്കെ കൂടി ചേർത്ത് അരച്ചേക്കണ അരപ്പാണിത്. അതൊക്കെ നല്ലോണം വേവിച്ച് വെന്തിരിക്കണ ആ ഒരു ചിക്കനിലോട്ട് ഇതൊക്കെ പരട്ടിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇടക്ക് നമ്മുടെ ചോറ് ഇളക്കാൻ മറന്നു പോകത്തിട്ട് ഇടക്ക് നമ്മുടെ ചോറൊക്കെ ഒന്ന് നോക്കണം പോയിക്കൊണ്ട് എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആ പാകത്തിന് എടുത്ത വെള്ളം കണ്ട അതേപോലെ ഞാൻ എല്ലാം പറ്റി വരുമ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ ഈ ഒരു പരിവായിട്ടുണ്ടാവും കേട്ടോ. ഒരു ഇത്തിരി വെള്ളത്തിന്റെ അംശം കാണുന്നുണ്ടെങ്കിൽ തന്നെ തീ കുറച്ചിട്ടിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിലിരുന്ന് തന്നെ ആ വെള്ളം ഡ്രൈ ആയി പോവും. ഇതേപോലെ നല്ല വിട്ടപ്പ റൈസ് കിട്ടോട്ടെ നമുക്ക്. ഇനി ചിക്കനൊക്കെ ഞാൻ ആ ബിരിയാണി റൈസിലോട്ട് ഒന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇനി അടുത്ത മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊന്ന് പുകയിടണം. പണ്ടൊക്കെ പുകയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം പിന്നെ കഴിക്കൂല. ഇപ്പൊ പുകയൊക്കെ അടിച്ചു കഴിഞ്ഞാലാണ് അതൊരു ഫാഷനായി മാറിയിരിക്കണത്. എന്താണല്ലേ കാലം. അപ്പോൾ ചാർക്കോൾ വെച്ചിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പുക വരും കേട്ടോ. അതങ്ങനെ അടച്ചു വെച്ച സ്മോക്ക് കൂടി ചെല്ലുമ്പോഴാണ് അതിൻ്റെതായ കറക്റ്റ് ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും വരുള്ളൂ കേട്ടോ. അപ്പൊ വെയിറ്റ് കൊടുത്ത് വെച്ച് കുറച്ചു നേരം പുകയിട്ട് അവിടെ ഇരുന്ന് എന്നിട്ട് നമ്മൾക്ക് മന്തി വേറെ ഒന്ന് സെർവ് ചെയ്തെടുക്കാട്ടോ. മന്തിക്ക് പൈനാപ്പിൾ വെക്കൂല, പക്ഷെ ഞാൻ വെക്കും. എൻ്റെ കയ്യിലൊരു പൈനാപ്പിൾ ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ അതിന് ഇപ്പൊ വേസ്റ്റ് ആക്കണ്ടെന്ന് ഓർത്തിട്ട് വെട്ടി അരിഞ്ഞിട്ട് അതും വെക്കണുണ്ട് കേട്ടോ. ഇടക്കൊന്നും കടിക്കാല. മന്തി വെന്തതേ തുടങ്ങിയാണ്ട വെന്താന്ന് വെച്ചിട്ട് എത്ര ചോദ്യം കഴിഞ്ഞെന്നറിയോ. നേരെ മറിച്ചായിരുന്നു ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചെങ്കിൽ ഒരാരത്തി ഞാൻ ഉണ്ടാവൂല കേട്ടാ. അപ്പൊ എന്തായാലും മുഖത്തുള്ള ഹാപ്പി കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ എന്തോരം ഇഷ്ടമുണ്ടെന്നുള്ളത്. അങ്ങനെ ഇനിയിപ്പോൾ ദേവിരിക്കൊക്കെ വിളമ്പി കൊടുത്തിട്ട് കഴിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ആയിക്കോട്ടിരിക്കണത്. ഒരു ബേസലിൽ ഞാൻ ഇവർക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വന്നും പോയും കഴിച്ചോട്ടെ എന്നോർത്ത്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയോട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളും ഒന്ന് അറിയിക്കണം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാപ്പി ക്രിസ്മസ്.